ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ സമർപ്പിച്ചവനാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് കൈകാര്യം ചെയ്യുമെന്ന ചിന്തയിലാണ് കൊണ്ടുപോകേണ്ടത്. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുകൊണ്ട് തന്നെയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധാരണ ഉടുക്കുന്ന തുണി അഴിച്ചു വെച്ചിട്ട്, നമ്മളൊക്കെ കുളിക്കുന്ന സമയത്ത് സാധാരണ ഉടുക്കുന്ന തുണി അഴിച്ചു വെച്ച് ഒരു തോർത്ത് മുണ്ടുടുത്തിട്ട് കുളിക്കാറില്ലേ? അതുപോലെ കുളിക്കുന്ന സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് സ്വർണത്തിന്റെ ജറാദുകൾ, സ്വർണത്തിന്റെ വെട്ടുകിളികൾ വന്നിങ്ങ് വീണു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ സാധാരണ ഉടുക്കുന്ന തുണിയെടുത്തിട്ട് അതിൽ നിറയെ ഈ ജറാദിനെ പിടിച്ച് വാരിയിടുകയാണ്. അള്ളാഹു ചോദിക്കുന്നു, ഓ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്നു, അല്ലയോ അയ്യൂബ്, യാ അയ്യൂബ്, അലം അകുൻ അഗ്നൈതുക അമ്മാ തറാ, നിങ്ങളിങ്ങനെ ഉടുത്ത തുണിയില് ഈ പൊന്നിന്റെ ജറാദിറങ്ങിയപ്പോ അതിങ്ങനെ വാരിയിടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഞാൻ ധാരാളം തന്നിട്ടില്ലേ? അപ്പൊ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ബലാ വഇസ്സതിക, നിന്റെ ഇസ്സത്തിനെ തന്നെയാണ് സത്യം അല്ലാ, വലാകിൻ ലാ ഗിനാ ബി അൻ ബറകതിക, നിന്റെ ബറക്കത്തിനെ തൊട്ട് എനിക്ക് ഐശ്വര്യമില്ല അല്ലാ, നിന്റെ ബറക്കത്ത് ഇറങ്ങുമ്പോ ഞാൻ എന്തിന് വേണ്ടാന്ന് വെക്കണം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയാണ് സഹീഹുൽ ബുഖാരിയിൽ നിങ്ങൾക്ക് ആ ഹദീസ് 279 നമ്പറായി കാണാം. അപ്പൊ സഹോദരന്മാരെ, അമ്പിയാക്കൾ, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെയുള്ള അമ്പിയാക്കൾ ധനം സമ്പാദിച്ചിട്ടുണ്ട്. അതേ ധനത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. കച്ചവടം ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ അതാ കൃഷി ചെയ്യുന്നവരൊക്കെ മോശക്കാരാണ്, പണക്കാരൊക്കെ മോശക്കാരാണ്, അങ്ങനത്തെ ഒരു ധാരണ ദരിദ്രന്മാരായ ആളുകളെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതുപോലെ അതിന് പോകാത്തവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. ഒരുപക്ഷേ അവരെ ഖൽബ് നല്ലതാണെങ്കിൽ, അവര് ദീനിനെ സഹായിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ, അവർ അല്ലാഹുവിന്റെ പൊരുത്തം അതിലൂടെ സമ്പാദിക്കണമെന്ന ചിന്തയിലാണെങ്കിൽ, അവരും റബ്ബിന്റെ അടുക്കൽ ബഹുമാനമുള്ളവർ തന്നെയാണ് കേട്ടോ. ആരും ആരെയും നിസ്സാരപ്പെടുത്തേണ്ടതില്ല. മുസ്ലിയാരായ എനിക്കിങ്ങനെ തോന്നുക, കച്ചവടക്കാരൊക്കെ വളരെ മോശമാണെന്ന് തോന്നുക, അങ്ങനെ ഒരു തോന്നല് വേണ്ട, ഒരു മനുഷ്യനും വേണ്ട. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹു അവന്റെ ബറക്കത്ത് നൽകുന്നത് ആർക്കാണ്? അല്ലാഹു തആല ആരെയാണ് രക്ഷപ്പെടുത്തുന്നത്? അതിനെക്കുറിച്ച് ആർക്കും മുൻകൂട്ടി വിവരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ അടിമകൾ പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരവിലും ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ എന്റെ ബിസിനസ്സുകാരോട് പറയട്ടെ, അതുപോലെ കച്ചവടവും കൃഷിയുമായി ബന്ധപ്പെടുന്നവരോട് പറയട്ടെ, ജോലിയെടുക്കുന്നവരോട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലിൽ മർഉ മാ ഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ ധനം സമ്പാദിക്കുന്ന കക്ഷികൾ ഹലാലിലൂടെയാണോ സമ്പാദിക്കുന്നത്, ഹറാമിലൂടെയാണോ സമ്പാദിക്കുന്നത് എന്നത് അല്പവും ചിന്തിക്കാതെ ജനം സമ്പാദിക്കുന്ന ഒരു കാലം വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മൾ ഏത് നയാകാശ് നമ്മളെ കയ്യിൽ വരുന്നുണ്ടെങ്കിലും അത് ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ വരാവൂ എന്ന നിർബന്ധം നമുക്ക് വേണം. അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടേ ജീവിക്കാവൂ. തലബു കസ്ബിൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. അതേ, വാസ്തവത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്നതും ജീവിതത്തിന് വഴിതേടുന്നതും ഒരു നിർബന്ധമായ കർമ്മമാണ്. യാചിക്കണമെന്ന് ആരോടും ഇസ്ലാം പറഞ്ഞിട്ടില്ല. യാചനയെ ഒരിക്കലും തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മറ്റൊരുത്തന്റെ കീശയിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ചിന്തിക്കാൻ പാടില്ല. അതേസമയത്ത് ഒരാൾ സ്നേഹ ബഹുമാനത്തോടെ വല്ലതും തന്നാൽ അത് സ്വീകരിക്കുന്നതിനൊരു കുഴപ്പവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയ സ്വീകരിച്ചിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തപ്പോ സ്വീകരിക്കാൻ മടിച്ചപ്പോൾ, മടിക്കേണ്ടതില്ല ഉമറെ, കിട്ടണമെന്ന് ചിന്തിച്ച് പോയി നിൽക്കണ്ട, അതുപോലെ തന്നെ ചോദിക്കണ്ട, തന്നാൽ വാങ്ങുന്നതിനൊരു കുഴപ്പവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹദിയ വാങ്ങുന്നതിന് കുഴപ്പമില്ല, ഹദിയ കൊടുക്കുന്നത് സൽക്കർമ്മവുമാണ്. പക്ഷേ
ജോലിയെടുത്ത് ജീവിക്കാനല്ലേ ഇസ്ലാം പ്രചോദനം നൽകിയിട്ടുള്ളത്. ആ ജോലിയെടുത്ത് ജീവിക്കുക എന്നത് നമ്മുടെ സ്വഭാവമായിട്ട് ചെറുപ്പക്കാരെ നമ്മൾ ഉൾക്കൊള്ളണം. വിസയും കാത്തിരുന്നിട്ട് ഒരു ജോലിയും എടുക്കാതെ സമയം പോക്കിക്കളയുന്ന ധാരാളം ചെറുപ്പക്കാരില്ലേ? ഓ ചെറുപ്പക്കാരാ, വിസ വരുമ്പോൾ നമുക്ക് പോകാം. അതിനു മുമ്പുള്ള സമയം നമ്മൾ എന്തിനു വെറുതെ കളയണം? സമയം വെറുതെ കളയുന്ന നിലക്ക് ഒരു ജോലിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പാലത്തിന്റെ മേലെ ഒന്ന് പോയിരുന്ന് സൊറ പറയണമെന്ന് തോന്നുക. അങ്ങനെ സൊറ പറയുമ്പോഴാണ് മറ്റൊരാൾ കഞ്ചാവ് കൊണ്ടുവരിക, അപ്പോഴാ തേറുതൻ കള്ളിന്റെ കുപ്പി കൊണ്ടുവരിക, അപ്പോഴാ സഹോദരാ ചിലപ്പോൾ ഡിസംബർ 6 അന്ന് നമുക്കൊന്ന് റോട്ടിന്റെ മേലെ കല്ലെടുത്ത് വെക്കാമെന്ന് പ്ലാൻ ചെയ്യുക. പാടില്ല. ഡിസംബർ 6, 5, 4, 6, 7 ഒരു ദിവസവും ജനങ്ങൾ യാത്ര ചെയ്യുന്ന റോഡ് ബന്ധാക്കാൻ പാടില്ല. ഒരു കാരണവശാലും പാടില്ല. സഹോദരാ, ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയല്ലാതെ അതിനപ്പുറം അതിര് കവിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം നമ്മുടെ ഒരു രംഗത്തും നമുക്കുണ്ടാകാൻ പാടില്ല. അധ്വാനിച്ച് ജീവിക്കാനാണ് കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മാ അകല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഖൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ ഖൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുലു മിൻ അമലി യദൈഹി. ദാവൂദ് നബി അലൈഹിസ്സലാം അധ്വാനിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. ഇതെന്തിനു പറഞ്ഞു? അധ്വാനിക്കാൻ പ്രചോദനം നൽകുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർക്ക് ഒരു ധാരണ, മൊയ്ലാമാരൊന്നും പണിയെടുക്കാത്തവരാണ്. ആ ധാരണ തെറ്റാണ് കേട്ടോ. അവരേറ്റവും മുന്തിയ ജോലി എടുക്കുന്നവരാണ്, അവർ ഇൽമു പഠിപ്പിക്കുന്നവരാണ്. അതിനേക്കാൾ വലിയൊരു ജോലി ലോകത്തില്ല. അതിന് കൂലി കൊടുക്കാൻ ലോകത്തിന് മുതലാളിക്കും സാധ്യവുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ബി എന്ന അക്ഷരം പഠിപ്പിച്ചതിന് നിങ്ങൾ അമേരിക്ക മുഴുവനും കൊടുത്താൽ അതിന് പ്രതിഫലമാകുമോ? അത് കൊടുക്കാൻ കഴിവുള്ള ഒരു മുതലാളിയും ഇവിടെയില്ല. അതുകൊണ്ട് മദ്രസയിലെ മുഅല്ലിമീങ്ങളും പള്ളിയിലെ മുദരിസുമാരും ഇൽമു പഠിപ്പിക്കുന്നവരൊക്കെ ജോലിയെടുക്കാതെ ജീവിക്കുന്നവരാണെന്നൊരു ഹുങ്ക് വേണ്ട മോനെ. അതുപോലെ വേറെ ചില ആളുകളുണ്ട്. അതെന്താണ്? മുസ്ലിംമാര് കൊടുത്തില്ലേ, നമ്മൾ കൊടുത്തില്ലേ, മുസ്ലിംമാരൊക്കെ പട്ടിണിയായി പോകും, അങ്ങനെ ധരിക്കുന്ന ചില ഹുങ്കുകാരുണ്ട്. അങ്ങനെയും വേണ്ട. ഇല്ലം അലൈഹിം മജുദ് ഫി ഹാലത്തിൽ ളറരി. ചില ജാഹിലികൾക്കൊരു വിചാരമുണ്ട്. എന്താണ്? നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ മുസ്ലിംമാരൊക്കെ പട്ടിണിയായി പോകുമെന്നൊരു ധാരണ. അതിനെ സംബന്ധിച്ച് റസാനത്ത് പറയുകയാണ്. അതേ, ആ വിചാരം ഏതുപോലെയാണെന്നറിയോ? ഇതിന്റെ ബാക്കി വെള്ളേരിപ്പന്തല്, അതുപോലെ പടവലത്തിന്റെ പന്തല്, അതുപോലെ കയപ്പകൃഷി നടക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ഒരു വൈക്കോല് കൊണ്ട്, ഉണക്ക് പുല്ല് കൊണ്ട് ഒരു മനുഷ്യനുണ്ടാക്കിയിട്ട് ഒരു കുപ്പായ ഒടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. എന്തിന്? ചിലപ്പോ എന്താ പൊട്ടിക്കണ്ണാന്ന് എഴുതിയും വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എടുത്തു വെച്ചിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വേറെ വിഷയം. ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കിയേക്കാൻ പാടില്ല. ചില ആളുകൾ, ചില നേതാക്കന്മാരെ രൂപം ഉണ്ടാക്കിയിട്ട് കത്തിക്കാറുണ്ട്. ഉണ്ടാക്കൽ ഹറാമ്, കത്തിക്കൽ ആവശ്യമാണ്. കത്തിച്ചുകൊണ്ട് നശിപ്പിക്കണമെന്നില്ല, അല്ലാത്തവർക്ക് നശിപ്പിച്ചാൽ മതി. അതേ സമയത്ത് ഒരു മഹാനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി കത്തിച്ചാണെങ്കിൽ ആ വകയിൽ കുറ്റക്കാരനാവും. പക്ഷേ ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കി വെക്കുന്നത് തെറ്റാണ്, നശിപ്പിക്കലല്ല തെറ്റ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ, ഏത് സാധനം? ഈ വെള്ളേരി പന്തലിൽ വെക്കുന്ന സാധനം. ആ സാധനം ഇങ്ങനെ വിചാരിക്കാണ്, ഞാനിവിടെ ഇല്ലെങ്കിൽ ഒരൊറ്റ വെള്ളേരി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ കയപ്പി ഉണ്ടാവൂല, ഞാനിവിടെ ഇല്ലേ ഒരൊറ്റ പടവലം ഉണ്ടാവൂല. ഈ വിഡ്ഢിത്തം പോലെയാണ് ആലിമീങ്ങളെ ജീവിതം. ഞങ്ങളെ കൊണ്ടാണെന്ന് വിചാരിക്കുന്ന വിവരം കെട്ടവരുടെ ചിന്തയും റസാനത്ത് പറഞ്ഞില്ലേ? അത്തരത്തിലുള്ള ചിന്തയും ഒരു മനുഷ്യന്റെ മനസ്സിൽ കടന്നു പോകണ്ട. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹുവാണ്. ആ റബ്ബിന്റെ ഖജനാവ് ഒരാൾക്ക് മാത്രം തുറന്നതല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. ആ ബോധം ഏത് മനുഷ്യന്റെയും മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സമ്പാദ്യം സമ്പാദിക്കുമ്പോഴും അത് വളരെ കൃത്യമായിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു പാല് കിട്ടി. പാല് കൊടുത്ത ഒരാള്, നല്ല പാല് കുടിച്ചപ്പോ നല്ല രുചി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടുന്നാ മോനെ ഈ പാല്? അപ്പൊ പറഞ്ഞു, ആ പാല് ഞാനൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ അവിടെ കുറെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഒട്ടകത്തെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആള് വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പോയി നിന്നപ്പോ
അവിടെ അതാ സക്കാത്തിന്റെ മുതലായ ഒട്ടകം, ആ ഒട്ടകത്തെ കുടിപ്പിക്കാൻ വന്ന ആളുകൾ ആ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് എനിക്ക് തന്നു. ഞാൻ എന്റെ പാത്രത്തിൽ ഇങ്ങോട്ട് എടുത്തു. ആ പാലാണ് നിങ്ങൾക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്, സക്കാത്തിന്റെ ഒട്ടകത്തിന്റെ പാല് അത് ഞാൻ കുടിക്കേണ്ട പാലല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ എന്ത് ചെയ്തു? കൈ അങ്ങോട്ടിട്ടു തൊള്ളയിലേക്ക്. കുടിച്ച പാല് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു കേട്ടോ. പടച്ചവനെ ഭയപ്പെടുന്നവർ അവരതാ പരിപൂർണമായി കൃത്യമായി സമ്പാദനത്തിന്റെ വഴി ക്ലിയറാണെന്ന് ബോധ്യപ്പെടാത്തത് അവരെ വയറ്റിലോ അവരെ ശരീരത്തിലോ അവരിഷ്ടപ്പെടുന്നില്ല. കാരണം ദുആക്ക് ഉത്തരം കിട്ടൂല, നരകവുമായി ബന്ധപ്പെട്ട ശരീരമായി മാറും. അതുകൊണ്ട് തന്നെ ധനം സമ്പാദിക്കുന്നവരെ നന്നായി ചിന്തിച്ചോളണം. ഒരിക്കലും തന്നെ നമ്മൾ ഹറാമായ വഴിയിൽ ധനം സമ്പാദിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അതേ അർറജുലു യുതീനു സഫറ അസ്അത വഅഗ്ബറ, അർറജുലു യുതീനു സഫറ അസ്അത വഅഗ്ബറ. ചിലര് വളരെ യാത്ര ചെയ്യുന്നു, മുടി ചരകെട്ടിയവരാണ്, പൊടി പുരണ്ടവരാണ്, അവരതാ ഫാഷനും പരിഷ്കാരത്തിനൊന്നും അവർക്ക് നേരല്ല, വല്ലാത്ത യാത്രയിലാണ്. പക്ഷേ ആ കക്ഷികളിൽപ്പെട്ട ചിലർ എങ്ങനെയാണ് സാധനം ഉണ്ടാക്കുന്നത്, എങ്ങനെയാ സമ്പാദിക്കുന്നതെന്ന ചിന്ത അവർക്കില്ല. ആ നിലക്ക് സമ്പാദിച്ചുണ്ടാക്കുന്ന ചില ആളുകൾ അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നു, അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു. യാ റബ്ബി യാ റബ്ബി, അതേ റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതാ മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. അതേ വമൽബസുഹു ഹറാം, ധരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിലൂടെ വളർത്തപ്പെട്ടവനാണ്. അന്നാ യുസ്തജാബു ലിദാലിക്, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടലെങ്ങനെ? ദുആക്ക് ഉത്തരം കിട്ടണമോ എങ്കിൽ സഹോദരാ, കഴിക്കുന്ന ഭക്ഷണം ക്ലിയർ ആകണം കേട്ടോ. അതുപോലെ അല്ലാഹു തആല നമ്മളെ അമലുകൾ സ്വീകരിക്കണോ, കഴിക്കുന്ന ഭക്ഷണം ക്ലിയർ ആകണം കേട്ടോ. മാനബത്ത മിനൽ ഹറാബി ഫന്നാറു ഔലാ ബിഹി. നിങ്ങളെല്ലാം നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ, നിങ്ങളെ പിഞ്ചുമക്കളെ പ്രിയം വെക്കുന്നവരല്ലേ, നിങ്ങളെ ഭാര്യമാരെ പ്രിയം വെക്കുന്നവരല്ലേ, കുടുംബങ്ങളെ പ്രിയം വെക്കുന്നവരല്ലേ. എന്നാൽ അവരെ നമ്മൾ നരകത്തിലേക്ക് നയിക്കാൻ പാടില്ലല്ലോ. ചോദിക്കട്ടെ, നമ്മൾ ഹറാമായ നിലക്ക് മുതലാളിമാരുടെ കട്ടുകൊണ്ടുവന്നാലും തൊഴിലാളിയെ വഞ്ചിച്ചിട്ട് അവന്റെ കൂലി കൊടുക്കാതെ അതാ നമ്മളിങ് എടുത്തു വെച്ചാലും വഞ്ചിച്ചു കൊണ്ടുണ്ടാക്കിയാലും ഹറാമായ വഴിയിൽ എങ്ങനെ സമ്പാദിച്ചാലും പലിശ എവിടെ നിന്ന് വാങ്ങിയാലും മോനെ അത് നമ്മളെ മക്കളെ കൊണ്ട് തിന്നിച്ചാൽ ആ മക്കളുടെ മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതായില്ലേ. ഭാര്യമാരും നമ്മളെ കുടുംബവും നരകത്തിലേക്ക് പോയില്ലേ? കാരണം നമ്മൾ കൊടുത്ത ഭക്ഷണമല്ലേ. എന്തിനീ അക്രമം നമ്മളെ കുടുംബങ്ങളോട് ചെയ്യണം? എന്തിനീ പിഞ്ചുമക്കളോട് ചെയ്യണം? എന്തിന് ഭാര്യമാരോട് ചെയ്യണം? അതുകൊണ്ട് ഹലാലായതല്ലാതെ ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിക്കുകയില്ലെന്നൊരുറപ്പ് നമ്മുടെ ജീവിതത്തിൽ എടുത്തേ പറ്റൂ. എത്രയാ മഹാന്മാർ അതിന്